നമസ്കാരം. ചെസ് ടീം പ്രോജക്റ്റിൻ്റെ പ്രത്യേക പരിശീലന പദ്ധതിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ചെസ് ടീം പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-16 വർഷം മുമ്പ് നമ്മൾ ആരംഭിച്ചിട്ടുള്ള ഒരു പ്രത്യേക പ്രോഗ്രാമാണ്. കുട്ടികളെ ജീവിതത്തിൽ നേർവഴിക്ക് നയിക്കാൻ വേണ്ടി 16 വർഷം മുമ്പ് ബാംഗ്ലൂരിൽ, കർണാടകയിലെ ബാംഗ്ലൂരിൽ ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ചെസ് ടീം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. പല സ്റ്റേറ്റുകളിലായിട്ട് അത് പടർന്നു കിടക്കുന്നുണ്ട്. ഇതിൽ പ്രത്യേകമായി നമ്മൾ നോക്കുന്നത് ചെസ് അടക്കമുള്ള ജീവിതത്തിലെ ഒരു കാര്യത്തിലും, ജീവിതമൊഴികെയുള്ള ഒരു കാര്യത്തിലും അഡിക്ഷൻ വരാതെ നോക്കുക എന്നുള്ളതാണ്. അഡിക്ഷൻ എന്ന് പറയുന്നത് മാറ്റുക എന്നുള്ളതാണ്. ഡി അഡിക്ഷൻ സെൻറ്റർ എന്ന് ആളുകൾ പറയുന്നുണ്ട്. ഇത് അഡിക്ഷൻ വരാതെ തന്നെ നോക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് ഏകദേശം 40 വർഷത്തോളമായി ഞങ്ങളുണ്ട്. പരിശീലന രംഗത്ത്, ചെസ് പരിശീലന രംഗത്ത് ഞങ്ങൾ ഏകദേശം ഒരു 50 വർഷമായിട്ട്, 50 വർഷത്തിൻ്റെ അടുത്തായിട്ട് ഞങ്ങൾ ചെസ് പരിശീലന രംഗത്തുണ്ട്. ചെസ് പരിശീലനം എന്ന് പറയുന്നത് ഒരു 45 വർഷമായിട്ട് ചെസ് പരിശീലനത്തിൻ്റെ രംഗത്തുണ്ട്. കോളേജിൻ്റെയൊക്കെ ടീമിൻ്റെ പരിശീലക വേഷത്തിലാണ് ആദ്യം എനിക്ക് അതിനുള്ളൊരു അവസരം ലഭിച്ചത്. പിന്നെ അവിടെ നിന്ന് മുന്നോട്ട് പോയി. എൻ്റെ ഗുരുനാഥന്മാരായിട്ട് ഞങ്ങൾ കണക്കാക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ പലരും ഉണ്ട്, പലരും ഇല്ല. അപ്പോൾ അവരെയൊക്കെ ഓർമ്മയിൽ വെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളത് ചെസ്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഗുരുനാഥന്മാരെന്ന് പറഞ്ഞാൽ എന്നെ പഠിപ്പിച്ചിട്ടുള്ളവരല്ല. എനിക്ക് ചെസ്സിൻ്റെ ഒന്നും ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ ആരും തന്നെ ഇല്ല. എൻ്റെ ഒരു മേഖലയിലും ഞാൻ എൻ്റെ ഗുരുനാഥനായിട്ട് കണക്കാക്കുന്ന ആരും തന്നെ ഇല്ല. പക്ഷേ ഗുരുനാഥൻ്റെ സ്ഥാനത്തിരിക്കുന്ന, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവരുടെ, അല്ലെങ്കിൽ ആ ഒരു വഴി കാണിച്ചു തന്നിട്ടുള്ള ഒരുപാട് ആളുകൾ, എന്നിൽ മുതിർന്നിട്ടുള്ള ആളുകളുണ്ട്. അവരുടെയൊക്കെ നിർദ്ദേശങ്ങൾ ഒക്കെ പലതും എനിക്ക് ഉപകാരപ്രദമായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിൽ വിജയം നേടുക എന്ന് പറയുന്നത് അതിന് ചെസ്സായിട്ട് യാതൊരു ബന്ധമില്ല. ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ അതിന് വേറൊരു കാര്യം വേണം. നമ്മുടെ ജീവിതത്തിൽ സുസ്ഥിരമായിട്ടുള്ള അറിവ് വേണം. ചെസ്സിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഒരു അറിവും സ്വായത്തമാക്കാൻ സാധ്യമല്ല. കാരണം ചെസ്സ് കളിച്ച് ഭ്രാന്തന്മാരായി പോയിട്ടുള്ള ഒരുപാട് ആളുകളെ നമുക്കറിയാം. നിങ്ങളുടെ കുട്ടികളെയും അതുപോലെ ഭ്രാന്തന്മാരാക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ വഴിക്ക് പോയിക്കോളൂ, ഞങ്ങളുടെ അവിടേക്ക് വരണമെന്നില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, റേറ്റിങ്സിനെ കുറിച്ചാണ്. റേറ്റിങ്സ് ഉള്ള കുട്ടികളെയും കൊണ്ടിട്ട് കുറേ പേരൻസ് നമ്മുടെ അടുത്തേക്ക്, ആണും പെണ്ണായിട്ടുള്ള കുറേ പേര് വരാറുണ്ട്, അന്വേഷിക്കാനായിട്ട് വരാറുണ്ട്. നമ്മൾ കുറേ സെൻറ്ററുകളുണ്ട്. അതിൽ ഏതെങ്കിലും സെൻറ്ററിലേക്ക് വരാൻ പറയും. അപ്പോൾ അവർ സംസാരിക്കും, എൻ്റെ കുട്ടിക്ക് ഇത്ര റേറ്റിംഗ് ഉണ്ട്, 1500 ഉണ്ട്, 1600 ഉണ്ട്, 1700 ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കുട്ടികളുടെ നിലവാരം അതൊന്നും, ഈ റേറ്റിംഗ് എന്ന് പറയുന്നത് തട്ടിപ്പാന്ന് ഈ രക്ഷാകർത്താക്കൾക്ക് അറിയില്ല. അപ്പോൾ റേറ്റിംഗ് ടൂർണമെൻ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് മാർക്കറ്റ് നടത്തുന്നുണ്ട്, ഒരു കമ്പോളം നടത്തുന്നുണ്ട്. അതിൽ കുട്ടികൾ വരുന്ന എല്ലാവർക്കും കുറേ പിച്ചളൊന്നുമല്ല, എന്തൊക്കെയോ അലുമിനിയത്തിൻ്റെയൊക്കെ കുറേ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഓരോ കപ്പ്, കുപ്പ്, കടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കൊടുക്കും. അപ്പോൾ അത് സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഇതുകൊണ്ടൊന്നും കുട്ടികളുടെ ജീവിതത്തിൽ, എൻ്റെ കയ്യിൽ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ ഇരിക്കുന്നുണ്ട്, യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റിൻ്റെയൊക്കെ കുറേ സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നുണ്ട്. ഒരു കാര്യമില്ല, നമുക്കത് വേണമെങ്കിൽ കീറിക്കളയാം. അതങ്ങനെ എടുത്തു വയ്ക്കാമെന്ന് മാത്രം. പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒരു ഉപകാരം അതിനുണ്ടായിട്ടില്ല. ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. ചെസ് കളിച്ചിട്ട് ഉപേക്ഷിച്ച് പോയിട്ടുള്ളവർ, ഭ്രാന്തായി പോയിട്ടുള്ള ആളുകളുണ്ട്. അത് നമ്മുടെ ചുറ്റുഭാഗത്ത് തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അഡിക്ഷൻ വരാതെ നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുപോകുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ധർമ്മമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നുണ്ട്. മാത്രമല്ല, ഉന്നത രീതിയിൽ ചെസ്സിൻ്റെ പരിശീലനം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഭാരതീയമായ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതും കൂടി ഞങ്ങളിതിൽ സമന്വയിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് യോഗം, ശാസ്ത്രം, സംഗീതം, വേദഗണിതം, ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ചേർത്തിട്ടാണ് ഞങ്ങൾ ഈ പരിശീലനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇത് താല്പര്യമില്ലാത്ത ആളുകളുണ്ടാവും. എന്തുകൊണ്ട് ഞങ്ങളെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു, അത് ഞങ്ങളുടെ രീതി. താല്പര്യമില്ലാത്തവർക്ക് അവർക്ക് വേണമെങ്കിൽ പാരപണിയാതിരിക്കുക, അതൊക്കെ അവരുടെ ഇഷ്ടം, അതൊന്നും നമ്മുടെ വിഷയങ്ങളല്ല. അപ്പം ഞങ്ങൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കുട്ടിയെ നന്നായി വളർത്തണമെങ്കിൽ, നിങ്ങളുടെ കുട്ടിയെ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ ഒപ്പം നിൽക്കണമെങ്കിൽ, അവനൊരു അഡിക്റ്റ് ആവാതിരിക്കണമെങ്കിൽ, ഏത് വിഷയത്തിലാണെങ്കിലും, കഞ്ചാവ് മാത്രമല്ല, ചെസ്സാണെങ്കിലും അഡിക്ഷൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ ഞങ്ങളുടെ അടുത്ത് കൊണ്ട് ചേർത്താം. ഞങ്ങളുണ്ട് നിങ്ങളുടെ ഒപ്പം. ജീവിതം മുഴുവൻ ഞങ്ങൾ പരിശീലനത്തിനായിട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. നാനാവിധമായിട്ടുള്ള വിഷയങ്ങൾ ഞങ്ങൾ പരിശീലിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാണ് ചെസ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉറപ്പിക്കാൻ ഞങ്ങളുണ്ട് ഇവിടെ. കഴിഞ്ഞ 10-40 വർഷമായിട്ട് ഞങ്ങളുണ്ട്, ഇപ്പോഴും ഞങ്ങളുണ്ട്, ഇനിയും തുടരും. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ അന്തസ്സത്ത വേണമെങ്കിൽ, അവരുടെ ജീവിതം നന്നായി പോകണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ,
റേറ്റിംഗ് എന്ന് പറയുന്ന തട്ടിപ്പൊന്നും നിങ്ങളുടെ കുട്ടികളെ ബാധിക്കാൻ പോകുന്നതല്ല. അതൊരു തട്ടിപ്പ് മാത്രമാണ്, താൽക്കാലികമാണ്. ആ മായയുടെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് കിടക്കണം എന്നുണ്ടെങ്കിൽ, കുട്ടിക്ക് നന്നായി ചെസ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ, നാനാവിധമായിട്ടുള്ള പുരോഗതി ആ കുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെസ് ടീം പ്രോജക്റ്റിലേക്ക് വരിക. ഞങ്ങളിവിടെ ഉണ്ട്. ഞങ്ങളുടെ നമ്പറുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവുമെന്ന് നിങ്ങൾ കരുതുന്നു. ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നെറ്റിൽ അടിച്ച് നോക്കിയാൽ കിട്ടും. ഇപ്പോൾ ഇല്ലാന്ന് വെച്ചാൽ ഞങ്ങൾ അതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പരിശീലന കളരിയിൽ വെച്ച് ക്ലാസ്സിൽ വെച്ച് കാണാം. നന്ദി, നമസ്കാരം.